ചാന്ദ്രദിനം എന്ന്? ജൂലൈ 21. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? സെലനോളജി. ഇന്ത്യയിലെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏത്? ആര്യഭട്ട. ചന്ദ്രനിൽ കാണുന്ന ആകാശത്തിന്റെ നിറം കറുപ്പ്. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ പേടകം ലൂണ 2. ISROയുടെ നിലവിലെ ചെയർമാൻ ഡോ. വി. നാരായണൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിക്രം സാരാഭായ്. ദേശീയ ബഹിരാകാശ ദിനം എന്ന്? ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ടതെന്ന്? 2023 ജൂലൈ 14. ചന്ദ്രയാൻ 3 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് LVM-3. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ, ശ്രീഹരിക്കോട്ട. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ റോവർ അറിയപ്പെടുന്നത് പ്രഗ്യാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ മിഷൻ ഡയറക്ടർ S. മോഹൻകുമാർ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത? സുനിത വില്യംസ്. ISROയുടെ ആദ്യ ചെയർമാൻ വിക്രം സാരാഭായ്. നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ സ്ഥലം അറിയപ്പെടുന്നത് പ്രശാന്തിയുടെ സമുദ്രം. ഇന്ത്യയിലെ ആദ്യത്തെ സൗരദൗത്യം ആദിത്യ L1. ആദിത്യ L1ന്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജി. ചന്ദ്രന്റെ ദക്ഷിണധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യം ഇന്ത്യ. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത സ്ഥലത്തിന്റെ പേര് ശിവശക്തി പോയിന്റ്. ഇന്ത്യയുടെ ആദ്യ ചന്ദ്ര പദ്ധതിയായ ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? 2008 ഒക്ടോബർ 22. ഇന്ത്യയുടെ രണ്ടാമത്തെ ചന്ദ്രപേടകമായ ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് എന്നാണ്? 2019 ജൂലൈ 22. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത? വാലന്റീന തെരഷ്കേവ. ഇന്ത്യയുടെ ആദ്യത്തെ വാർത്താവിനിമയ ഉപഗ്രഹം ആപ്പിൾ. പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്ന ഗ്രഹം ശുക്രൻ. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയപ്പോൾ വാഹനം നിയന്ത്രിച്ചത് ആര്? മൈക്കിൾ കോളിൻസ്. ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയ മനുഷ്യൻ ആര്? നീൽ ആംസ്ട്രോങ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? സ്പുട്നിക് 1. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? 1969 ജൂലൈ 21. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് ഏകദേശം എത്ര അകലെയാണ്? 3,80,000 കിലോമീറ്റർ. ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ. ആദിത്യ L1 വിക്ഷേപിച്ചത് 2023 സെപ്റ്റംബർ 2.